ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓൾ PSC എക്സാം ടിപ്സ്. ഇന്നത്തെ ഒരു വീഡിയോ ക്ലാസ്സിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന LDC പരീക്ഷയിലെ ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. LDC പരീക്ഷയ്ക്ക് നമ്മൾ മാത്സ് എന്ന് പറയുന്ന ഭാഗത്ത് തയ്യാറെടുക്കുമ്പോൾ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ മാത്സ് എന്ന് പറയുന്ന ഭാഗത്ത് ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നും അതോടൊപ്പം തന്നെ ആ ചോദ്യങ്ങളുടെ ഉത്തരത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വരാൻ പോകുന്ന പരീക്ഷയിലും അതേ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും വരിക. അതുവഴി നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 2024 പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന മാത്സിലെ കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മളൊന്ന് പഠിക്കുന്നത്. 13/125 ദശാംശ രൂപം എന്ത് എന്നാണ് ഇവിടെ ചോദ്യമായിട്ട് നൽകിയിരിക്കുന്നത്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ ഒന്നെങ്കിൽ 13/125 സാധാരണ നമ്മൾ ചെയ്യും പോലെ ഡിവിഷൻ മെത്തേഡിലൂടെ പോകാം, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് എപ്പോഴും പരീക്ഷയ്ക്ക് ഈ ഡിനോമിനേറ്റർ ഭാഗം 100, 10,000, 1000 അങ്ങനെ ആ ഒരു രീതിയിലേക്ക് മാറ്റുന്ന രീതിയിലായിരിക്കും എപ്പോഴും തരാറുള്ളത്. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇവിടെ ഈ 125 നമുക്ക് 1000 എന്ന ആ ഒരു നമ്പറിലേക്ക് മാറ്റാൻ പറ്റും. അതായത് ഇവിടെ നമ്മൾ ഈ 125 8 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1000 കിട്ടും. വാല്യൂവിൽ ചേഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ന്യൂമറേറ്ററിൽ നമ്മൾ എന്ത് ചെയ്യാണ്, 8 കൊണ്ട് ഗുണിക്കുന്നു. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താണ്, 8/8 1 ആണ്. അവിടെ ഗുണിച്ചിട്ടൊന്നുമില്ല, വാല്യൂവിൽ ചേഞ്ച് ചെയ്യൂല. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 8 വെച്ച് ഗുണിച്ചിട്ടുമുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് 104 എന്നാണ് കിട്ടുക. 13 × 8 ചെയ്താൽ ഇവിടെ 125 × 8 ചെയ്താൽ നമുക്ക് 1000 എന്നാണ് കിട്ടുക. ഇതിന് നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. 104 / നമുക്കിവിടെ 1000 ചെയ്ത് കഴിഞ്ഞാൽ 3 0 ആണുള്ളത്. അപ്പം നമുക്ക് 0.104 എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉത്തരം കിട്ടും. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ കുറേ സമയം എടുക്കും. അപ്പോൾ ഈ ഒരു രീതിയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഫോളോ ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, 5% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ സുമേഷ് 10,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ കിട്ടുമെന്നാണ് നമ്മുടെ ചോദ്യം. സാധാരണ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാറുള്ള ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. നമുക്കിവിടെ ആദ്യം സാധാരണ ഇക്വേഷൻ ഉപയോഗിച്ചൊന്ന് ചെയ്തു നോക്കാം. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എമൗണ്ട് ഈസ് ഈക്വൽ ടു P × 1 + R/100 all raised to n ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തുക A എന്ന് പറയുന്നത് തുകയാണ്, P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ, നമ്മൾ തുടക്കത്തിലിടുന്ന ആ ഒരു എമൗണ്ട് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ അത് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 10,000 രൂപയാണെന്ന്. 1 + R/100 ആണ്. R എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ അത് കൃത്യമായി ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 5% എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ 5/100 എന്ന് വരും. എന്നിന്റെ സ്ഥാനത്ത് എത്ര വർഷമാണെന്നാണ് ഉദ്ദേശിച്ചത്. ഇവിടെ 2 വർഷം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു രീതിയിൽ നമ്മൾ ആ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. 10,000 × 1 + 5/100 all square എന്നാണ് വരുന്നത്. ഇതിനെ നമുക്ക് 10,000 × ഈ 1 + 5/100 നമുക്ക് ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടിക്കഴിഞ്ഞാൽ 105/100 എന്ന് നമുക്ക് കിട്ടും. ഓൾ സ്ക്വയർ എന്നാണ് ഇനി വരുന്നത്. ഇതിന് നമുക്കൊന്ന് വെട്ടി ചുരുക്കാം. 5 വെച്ച് പോയാൽ ഇവിടെ 21 വരും. താഴ്ഭാഗത്ത് എത്രയായിട്ട് വരും, 20 എന്നാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഒന്ന് മാറ്റി എഴുതാം. ഇപ്പോൾ അവിടെ നമ്മൾ 21ന്റെ സ്ക്വയർ അതേപോലെ തന്നെ 20ന്റെ സ്ക്വയർ ഒന്നും ഇപ്പോൾ എടുക്കാൻ പോകരുത്. പരമാവധി നമ്മൾ വെട്ടി ചുരുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇവിടെ 21/20 × 21/20 എന്നാണ് കിട്ടുക. ഇപ്പോൾ ഇവിടെ ഈ ഒരു 0-ഉം ഈ ഒരു 0-ഉം നമുക്ക് വെട്ടിക്കളയാം. ഇനി ഇവിടെ ഇപ്പോൾ 2 × 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, 4 എന്നാണ് കിട്ടുക. 4നെ ഈ 100 വെച്ചിട്ട് നമുക്ക് വെട്ടാൻ പറ്റും 25. 25 × 21 × 21 എന്നാണ് വരിക. 21 × 21 ചെയ്താൽ നമുക്കറിയാം 441 ആണ്. 21ന്റെ സ്ക്വയർ 441 ആണ്. അതേ × 25 ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം നമുക്ക് വേണമെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ഈ 25ന് 20 + 5 ഇത് ഓരോരുത്തരുടെ ലോജിക്കാണ്. അപ്പോൾ ഇവിടെ 20 വെച്ച് ചെയ്യുകയാണെങ്കിൽ 2
അതേപോലെ തന്നെ ഇവിടെ 8 8 0 പ്ലസ് ഇനി ഈ ഒരു 5 ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നത് 5 i4 20 പിന്നെ i4 20 22 എന്ന് വരും. ഇത് ചെയ്താൽ 5 2 10 വരും. പിന്നെ ഇവിടെ ഇത്രയും വരും. 11,025 രൂപയാണ് അയാൾക്ക് ലഭിക്കുന്ന ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പം ഞാനിവിടെ 20 + 5 എന്ന് എടുത്ത് എന്താ വെച്ചാൽ 25നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതി ഫോളോ ചെയ്താണ്. അവിടെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും 441 × 25 ഡയറക്റ്റ് നിങ്ങൾക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഷോർട്ട് കട്ട് രീതി ഉണ്ടെങ്കിൽ ആ രീതി ഫോളോ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ എനിക്കത് എളുപ്പമായി തോന്നി, അതുകൊണ്ട് ആ ഒരു രീതി ഫോളോ ചെയ്തേ ഉള്ളൂ. ഇവിടെ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 11,025 രൂപയാണ്. അതായത് 5% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ സുമേഷ് 10,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ സി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ സി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം, ഏത് സംഖ്യയുടെ 75% 15 എന്നാണ് നമ്മുടെ ചോദ്യം. ഏത് സംഖ്യയുടെ 75% 15 എന്നാണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു സംഖ്യയുണ്ട്. ആ സംഖ്യയുടെ 75% എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു 75/100 എന്നാണ്. അതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന 15 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സിൻ്റെ രീതിയിലേക്ക് മാറ്റുകയാണെങ്കിൽ 15 ഇൻറ്റു ഇത് ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, മൾട്ടിപ്പിൾ ആവും. അപ്പം ഇൻറ്റു 100/75 എന്ന് വരും. വെട്ടിച്ചുരുക്കിയാൽ ഇവിടെ 5 വട്ടം, പിന്നെയും വെട്ടിയാൽ നമുക്കിവിടെ 20 എന്നാണ് കിട്ടുക. അപ്പോൾ 20ന്റെ 75% ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 2 കോണുകൾ തമ്മിലുള്ള അംശബന്ധം 1:2 ആണ്. ഇപ്പൊ എക്സ് എന്ന് പറയുന്ന ഒരു കോണുണ്ട്, വൈ എന്ന് പറയുന്ന ഒരു കോണുണ്ടെന്ന് വിചാരിക്കുക. അവ തമ്മിലുള്ള അംശബന്ധം 1:2 എന്നാണ് നൽകിയിരിക്കുന്നത്. ചെറിയ കോൺ 6 ഡിഗ്രി കൂട്ടുകയും, അപ്പൊ ഇതിൽ ചെറിയ കോൺ എന്ന് പറയുമ്പോൾ ഒരു റേഷ്യോയുടെ ആ ഒരു കോണാണ്. അപ്പൊ ഇതെന്താണ്, 6 ഡിഗ്രി കൂട്ടി എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ വലിയ കോൺ 6 ഡിഗ്രി കുറച്ചു. വലിയ കോൺ എന്താണ്, 6 ഡിഗ്രി കുറച്ചു. അപ്പോൾ അവിടെ കിട്ടിയിരിക്കുന്ന അംശബന്ധം എന്ന് പറയുന്നത് ചെറിയ കോണും വലിയ കോണും തമ്മിലുള്ള അംശബന്ധം 2:3 എന്നാണ്. അപ്പൊ നമുക്കിത് ഈ പറയുന്ന ഈ ആദ്യത്തെ കേസിലുള്ള ഈ ഒരു കോണിനെ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അതായത് 1 × x ആയിട്ട് എടുക്കാം. ഇതിനെ നമുക്ക് 2x എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഒന്നാമത്തെ കേസിൽ 6 ഡിഗ്രി കൂട്ടി എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ +6 എന്ന് കൊടുക്കാം. രണ്ടാമത്തെ കേസിൽ 6 ഡിഗ്രി കുറച്ചു എന്നാണ് പറയുന്നത്, -6 എന്ന് കൊടുക്കാം. ഇതിന്റെ റേഷ്യോ ആണ് നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 2:3, അതായത് 2/3 എന്നാണ് വരിക. അപ്പൊ ഇത് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ റേഷ്യോ എന്ന് പറയുന്നത് ചെറുത് ഈസ് വലുതാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അതായത് 2/3ക്ക് പകരം 3/2 എടുത്തു കഴിഞ്ഞാൽ ഉത്തരം തെറ്റും. ഇത് നമ്മൾ ഈ ഒരു ചോദ്യം എന്ത് ചെയ്യണം, സോൾവ് ചെയ്തിട്ട് ആ എക്സിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഉത്തരം കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യം നമുക്ക് സോൾവ് ചെയ്യാം. ഇതിന് ഇങ്ങോട്ട് നമ്മൾ ഗുണിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ 3x + 6 × 3 നമുക്ക് 18 കിട്ടും. ഈസ് ഈക്വൽ ടു ഇതിനെ ഇങ്ങോട്ട് ഗുണിച്ചാൽ 4x - 12 എന്നാണ് കിട്ടുക. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ നമുക്ക് 4x - 3x എന്ന് കിട്ടും. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് 13 എന്നാണ് കിട്ടുക. 18 + 12 ചെയ്താൽ 13 എന്ന് കിട്ടി. ഇത് x ഈസ് ഈക്വൽ ടു 13 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര എന്ന് കിട്ടി, 30 എന്നാണ് കിട്ടിയത്. ഇവിടെ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ കോൺ എത്ര ഡിഗ്രി ആണെന്നാണ്. അതായത് ആ ചെറിയ കോൺ എത്ര ഡിഗ്രി എന്നാണ്. നമ്മുടെ റേഷ്യോ 1:2 എന്നാണ്. അപ്പോൾ ആ ചെറിയ കോൺ എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. ആ കിട്ടിയിരിക്കുന്ന 30 ആണ് ആ ചെറിയ കോണിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ചോദ്യം ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇനി അടുത്ത ചോദ്യം, ഒരു സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെങ്കിൽ സംഖ്യ ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇപ്പോൾ ഇവിടെ ഒരു സംഖ്യ ഞാൻ എക്സ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. ഒരു സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറയുമ്പോൾ 5 × x ആണ് എന്ന് നമുക്കറിയാം. ഇനി അടുത്ത പറയുന്നത് എന്താണ്, ആ സംഖ്യയേക്കാൾ, അതായത് ഈ എക്സ് എന്ന് പറയുന്ന സംഖ്യയേക്കാൾ
4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണ് ഈ പറയുന്ന 5x എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ ഏതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഇക്വേഷൻ ഫോം ചെയ്തു. ഇനി സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. 3ന് ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3x + 12 എന്ന് വരും. ഇതിനെ നേരെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 2x = 12 എന്ന് വരും. x = 12/2. അപ്പോൾ നമുക്ക് അവിടെ 6 എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. സമഭുജ സാമാന്തരികത്തിന്റെ പരപ്പളവ് എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. സമഭുജ സാമാന്തരികത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് വികരണത്തിന്റെ ഗുണനഫലത്തിന്റെ പകുതിയാണ് എന്ന കാര്യം ഓർക്കുക. ഇപ്പോൾ ഒരു സമഭുജ സാമാന്തരികം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ 2 മൂലകൾ തമ്മിൽ വരയ്ക്കുന്നതാണ് വികരണം. അതിൽ ഒന്ന് D1 ആയിട്ടും മറ്റൊന്ന് നമ്മൾ D2, അതായത് ഡയഗണൽ എടുക്കുകയാണെങ്കിൽ സമഭുജ സാമാന്തരികത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്? ഇത് നമ്മൾ പഠിച്ചു വെക്കുന്ന ഒരു ഇക്വേഷൻ ആണ്. വികരണത്തിന്റെ ഗുണനഫലത്തിന്റെ പകുതിയാണ്. അതായത് D1 × D2 / 2 ആണ് അതിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത്. സമഭുജ സാമാന്തരികത്തിന്റെ ഒരു വികരണം D1 ആയിട്ടും മറ്റൊരു വികരണം D2 ആയിട്ടും എടുത്താൽ അതിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് വികരണത്തിന്റെ ഗുണനഫലത്തിന്റെ പകുതിയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ നമ്മൾ ചോദ്യത്തിൽ ഡയറക്റ്റ് ചോദിച്ചിരിക്കുന്നു. നമ്മൾ D1 × D2 / 2 എന്ന് പഠിച്ചു വെച്ചത് ഇവിടെ ഒരു സെന്റൻസ് രൂപത്തിൽ ചോദിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം, ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം ഏത് എന്നതാണ് നമ്മുടെ ചോദ്യം. ഇതും ഡയറക്റ്റ് ചോദിച്ചിരിക്കുന്നതാണ്. ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ n-ാം പദം കാണാനുള്ള സമവാക്യം an+b എന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെ ഒരു സമാന്തര ശ്രേണിയുടെ n പദങ്ങളുടെ തുക കാണാനുള്ള സമവാക്യം ചോദിക്കുകയാണെങ്കിൽ അവിടെ an² എന്നാണ് വരേണ്ടത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതായത് ഇവിടെ ഓപ്ഷൻ സിയിൽ തന്നിട്ടുണ്ട് അത്. അപ്പോൾ ഇവിടെ an+b അതാണ് സമാന്തര ശ്രേണിയുടെ n-ാം പദം കണ്ടുപിടിക്കാനുള്ള സമവാക്യം. അതായത് സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം ഏത് തന്നിരിക്കുന്നതിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ an+b എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു സമാന്തര ശ്രേണിയിലെ ഇതിലെ 1-ാം പദം എന്ന് പറയുന്നത് ഈ n-ന്റെ സ്ഥാനത്ത് 1 എന്ന് കൊടുക്കുമ്പോൾ കിട്ടുന്ന a+b ആയിരിക്കും ഇതിൻ്റെ 1-ാം പദം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ an-ലെ a ആയിരിക്കും ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇത് നിങ്ങളിങ്ങനെ പഠിച്ചു വെക്കണം. ഒരു സമാന്തര ശ്രേണിയിൽ ഇപ്പോൾ തരികയാണ് 5n+3 എന്ന് തന്നു. അങ്ങനെ ആയാൽ അതിൻ്റെ ആദ്യ പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ 5ഉം 3ഉം കൂടി കൂട്ടിയാൽ മതി. അതായത് n-ന്റെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യ പദം കിട്ടും. അപ്പോൾ ഇവിടെ അതിന് പകരമായിട്ട് 5+3 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 8 കിട്ടും. ഇനി അതിൻ്റെ പൊതുവ്യത്യാസം കാണാൻ പറഞ്ഞാൽ ഈ 5n-ലെ ഈ 5 ആണ് അതിൻ്റെ പൊതുവ്യത്യാസം. നിങ്ങൾക്കത് n-ന്റെ സ്ഥാനത്ത് 2 കൊടുത്താൽ 5 × 2 10 + 3 13. ആ ഡിഫറൻസ് നോക്കുക. ആദ്യത്തെ 8 കിട്ടി, 5 നമുക്കവിടെ ഡിഫറൻസ് കിട്ടുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം ഏത്? അപ്പോൾ അവിടെ ഓർത്തിരിക്കുക an+b എന്ന് പറയുന്ന ഈ ഒരു രൂപത്തിലായിരിക്കും വരിക. പിന്നെ an² + b എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സമാന്തര ശ്രേണിയുടെ n പദങ്ങളുടെ തുക കാണാനുള്ള ഒരു സമവാക്യമാണ് ഇത്. അപ്പോൾ ഇത് ആദ്യം എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഇത് വീണ്ടും വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഒരു ക്ലോക്കിലെ സമയം 9:30 ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. 30h - 11/2 m എന്ന് പറയുന്ന ഇക്വേഷൻ. ഇവിടെ h-ന്റെ സ്ഥാനത്ത് 9:30 എന്നാണ് തന്നിരിക്കുന്ന സമയം.
അപ്പോൾ 30 ഇൻറ്റു ഹവർ 9 മൈനസ് 11/2 ഇൻറ്റു മിനിറ്റിൻ്റെ സ്ഥാനത്ത് 30 എന്ന് കൊടുക്കാം. 30 ഇൻറ്റു 9 ചെയ്താൽ 217 കിട്ടും. മൈനസ് ഇത് നമുക്കിങ്ങോട്ട് 15 15 ഇൻറ്റു 11 ചെയ്യുകയാണെങ്കിൽ 165. ഇത് രണ്ടും കൂടെ കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 105 എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടേണ്ടത് ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക. അപ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ്. ഇനി അടുത്തത് 25% കിഴിവിൽ രാഹുൽ ഒരു സ്വെറ്റർ വാങ്ങി എന്നാണ് നൽകിയിരിക്കുന്നത്. 200 രൂപ കിഴിവ് കിട്ടി എന്നാണ് പറയുന്നത്. എന്നാൽ ഡിസ്കൗണ്ടിന് മുമ്പ് സ്വെറ്ററിൻ്റെ വില എന്തായിരുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ നോക്കുക, 25% കിഴിവിൽ ആണ് അദ്ദേഹം അത് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് 200 രൂപ കിഴിവാണ്. അതായത് 25% തുല്യമാണ് എന്തെന്ന് പറയുന്നത് ഈ 200 എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്കൗണ്ടിന് മുമ്പ്, അതായത് ആ സ്വെറ്ററിൻ്റെ യഥാർത്ഥ വിലയാണ്. അതായത് 100% എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇതെന്ത് ചെയ്താൽ മതി, 200 ഇൻറ്റു 100/25 ചെയ്താൽ മതി. ഇത് 4 വട്ടം പോവും, 820. ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്തത് 15 തൊഴിലാളികൾക്ക് 48 മണിക്കൂറിൽ ഒരു മതിൽ പണിയാൻ കഴിയുമെങ്കിൽ, അപ്പോൾ 15 തൊഴിലാളികൾ 48 മണിക്കൂറിൽ ഒരു മതിൽ പണിയാൻ കഴിയുമെങ്കിൽ 30 മണിക്കൂറിനുള്ളിൽ അതേ ജോലി ചെയ്യാൻ എത്ര തൊഴിലാളികൾ വേണമെന്നാണ് ചോദ്യം. അപ്പോൾ 15 ആണ് 48. അങ്ങനെയാണെങ്കിൽ എത്രയോ തൊഴിലാളികൾ 30 മണിക്കൂർ കൊണ്ട് തീർക്കാനെന്ന് പറഞ്ഞാൽ 15 ഇൻറ്റു 30 മണിക്കൂർ എന്ന് പറയുമ്പോൾ കൂടുതൽ തൊഴിലാളികൾ വേണം. അപ്പോൾ നമുക്കവിടെ 48/30 എന്ന് ചെയ്യാം. ഇതിങ്ങനെ വെട്ടിക്കളഞ്ഞാൽ നമുക്കിവിടെ 24 എന്ന് കിട്ടും. അതായത് നമുക്ക് 24 തൊഴിലാളികളെയാണ് ആവശ്യം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഈ ഒരു രീതിയിലൂടെ നമുക്ക് ഷോർട്ട് കട്ടായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 15 തൊഴിലാളികൾക്ക് 48 മണിക്കൂർ ചെയ്യുന്ന ഒരു ജോലി നമുക്കറിയാം. വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ തന്നിരിക്കുന്ന 15 ഇൻറ്റു സമയം, അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ അവിടെ എത്ര വർക്ക് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 30 മണിക്കൂർ ഇൻറ്റു തൊഴിലാളികളുടെ എണ്ണം ഡിവൈഡഡ് ബൈ 13. അതാണ് നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ ചെയ്തു പോയത്. ഇപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ വെട്ടിച്ചുരുക്കി 24 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ഉത്തരം എന്താണ്, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത്. 10 ചോദ്യങ്ങൾ പരിചയപ്പെടുത്തി. എല്ലാ ചോദ്യങ്ങളും ഇതിനു മുമ്പത്തെ പരീക്ഷകളിലൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ്. അതായത് ഇതേ മോഡലുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തിയ ഓരോ ചോദ്യങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ 2024 LD ലെവൽ പരീക്ഷയിൽ ചോദിച്ച ചോദ്യപേപ്പറിലെ ചോദ്യം ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുകയും ഈ ഒരു രീതിയിലുള്ള പഠനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം. ഒപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക. മാത്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഓരോന്നിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ പഠിക്കുക ആദ്യം, പെട്ടെന്ന് ഒരു 2-3 ദിവസം കൊണ്ട്. അതിനുശേഷം മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓരോ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ 10 ചോദ്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ തുടർന്നുള്ള ഇത്തരത്തിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് കണ്ടുമുട്ടാം. എല്ലാവരും നല്ല രീതിയിൽ LDCക്ക് വേണ്ടി പഠിക്കുക. അടുത്ത ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.